2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. കണ്ണിന് കുളിർമയേകി വണ്ടൂരിൽ വീണ്ടും പൂവസന്തം. ചെണ്ടുമല്ലി കൃഷിയിലെ വിജയത്തിന് പിന്നാലെ സൂര്യകാന്തി കൃഷിയിലും നൂറുമേനി കൊതിരിക്കുകയാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്. അമ്പലപ്പടി അംബേദ്കർ കോളേജിന് സമീപത്തെ 3 ഏക്കർ പാട്ടഭൂമിയിലാണ് ഇപ്പോൾ സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നത്. മഞ്ഞക്കടലായി മാറി നിൽക്കുന്ന ഈ സൂര്യകാന്തിപ്പാടം വണ്ടൂരിന്റെ പുതിയ കാഴ്ചയാണ്. വണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്ത് നടത്തുന്ന വൈവിധ്യമാർന്ന കൃഷിരീതികളുടെ ഭാഗമായാണ് ഈ ഉദ്യമം. ഗുണ്ടൽപേട്ടിൽ നിന്നും എത്തിച്ച വിത്തുകൾ 56 ദിവസത്തെ കൃത്യമായ പരിചരണത്തിലൂടെയാണ് ഇന്ന് വശ്യമായ രീതിയിൽ പൂത്തു നിൽക്കുന്നത്. കൃഷിത്തോട്ടത്തിന്റെ പ്രദർശന ഉദ്ഘാടനം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇന്നത്തെ കാലത്ത് സർവീസ് സഹകരണ ബാങ്ക് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ വെറും ലോണും കാര്യങ്ങളും ഒന്നും കൊടുത്താലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഈ ബാങ്ക് ചെയ്തത് ഏറ്റവും നല്ലൊരു മാതൃകപരമായ ഒരു കാര്യമാണ്. ഇതിന്റെ മുന്നേ ഇവിടെ നമ്മള് മല്ലിക പൂത്തോട്ടം ഉണ്ടാക്കി അത് നമ്മളെ ഇവിടുത്തെ ഓരോരോ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഏറ്റവും നല്ലൊരു ഉല്ലാസമായ ഒരു ഊട്ടിയിലേറെ ഒരു ബൈബിളിലൊരു സംഭവമായി ഇനി വന്നുള്ളത്. അതുപോലെ ഇതും ആവട്ടെ എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇതിന് വിളിച്ച എല്ലാ സംഘാടകർക്കും ബാങ്കിനും നന്ദി പറഞ്ഞുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഇത് ഉദ്ഘാടനം. ഏകദേശം 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ബാങ്ക് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. മുൻപ് ബാങ്ക് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വൻ വിജയം നൽകിയ ആത്മവിശ്വാസമാണ് ഇപ്പോൾ സൂര്യകാന്തി കൃഷിയിലേക്കും ബാങ്കിനെ എത്തിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, C ബൈജു, KV സിന്ധു, T ഉമ്മർകുട്ടി, നിലമ്പൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ NM പ്രജീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വണ്ടൂരിലെത്തുന്ന സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഇനി ഈ മഞ്ഞപ്പട്ടുടുത്ത പാടം ഒരു പുതിയ അനുഭവം തന്നെയാകും. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.